അമേരിക്കയുമായിട്ടുള്ള വ്യാപാര കരാറിൽ ഇന്ത്യയെക്കാളും ബംഗ്ലാദേശ് നേട്ടമുണ്ടാക്കിയോ? ബംഗ്ലാദേശിൽ നിന്നുള്ള തുണിത്തരങ്ങൾ നികുതിരഹിതമായി അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യാം എന്നിരിക്കെ ഇന്ത്യൻ നിർമ്മിത ഉൽപ്പന്നങ്ങൾക്ക് 18% വരെ താരിഫ് കൊടുക്കേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അമേരിക്കയും ബംഗ്ലാദേശും ഉണ്ടാക്കിയ ധാരണ പ്രകാരം അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത പരുത്തിയോ നൂലുൽപ്പന്നങ്ങളോ കൊണ്ട് നിർമ്മിച്ച വസ്ത്രങ്ങൾക്ക് അമേരിക്ക 0% താരിഫാണ് ഈടാക്കുക. അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പരുത്തിക്ക് ബംഗ്ലാദേശും നികുതി ചുമത്തില്ല. നേരത്തെ അമേരിക്ക പ്രഖ്യാപിച്ച താരിഫ് അത് ഇന്ത്യക്ക് 18%, ബംഗ്ലാദേശിന് അത് 19% എന്നിരിക്കെ അത് വലിയ നേട്ടം എന്ന് ആഘോഷിച്ചവർ തന്നെയാണ് ഇപ്പോൾ ആശങ്കയുമായും രംഗത്ത് വരുന്നത്. ബംഗ്ലാദേശിന് പൊതുവിൽ 19% താരിഫ് ആണെങ്കിലും പിന്നീട് പുറത്തു വന്ന ധാരണ പ്രകാരം വസ്ത്ര ഇനങ്ങൾക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കിയത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ്. കാരണം ബംഗ്ലാദേശിന്റെ മുഖ്യ കയറ്റുമതി ഇനം തുണിത്തരങ്ങളാണ്. $52.9 ബില്യൺ വസ്ത്ര കയറ്റുമതിയാണ് ബംഗ്ലാദേശ് പ്രതിവർഷം നടത്തുന്നത്. ഇത് ആ രാജ്യം കയറ്റുമതിയിലൂടെ നേടുന്ന വരുമാനത്തിന്റെ 80%. ബംഗ്ലാദേശ് തുണിത്തരങ്ങൾക്ക് അമേരിക്ക 0% താരിഫ് ഈടാക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് 18% എന്ന് പറയുന്നത് തീർച്ചയായും വലിയ തിരിച്ചടിയാണ്. ഇന്ത്യ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 സാമ്പത്തിക വർഷം $37.75 ബില്യൺ വസ്ത്രങ്ങളാണ് കയറ്റുമതി ചെയ്തത്. ഇന്ത്യ മൊത്തം കയറ്റി അയക്കുന്ന വിഭവങ്ങളിൽ ഏതാണ്ട് 12%-ഓളം തുണിത്തരങ്ങളാണ്. ഇന്ത്യൻ ടെക്സ്റ്റൈൽ രംഗത്തെ കയറ്റുമതിയിൽ 30% അമേരിക്കൻ വിപണിയിലേക്കാണ് നടക്കുന്നത്. ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവന മാർഗം എന്ന നിലയിൽ വസ്ത്ര വ്യവസായ രംഗത്തെ ചെറിയ നീക്കങ്ങൾ പോലും ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കും. അമേരിക്കയുമായുള്ള വ്യാപാര കരാർ സംബന്ധിച്ച പ്രാഥമിക സൂചനകൾ പുറത്തു വരുമ്പോൾ തന്നെ ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ വ്യവസ്ഥകൾ നിരവധിയുണ്ടെന്ന ആക്ഷേപം ശക്തമാണ്. ഇതിന് പിന്നാലെ വസ്ത്ര ഇനങ്ങൾക്കുള്ള താരിഫ് പ്രതിപക്ഷം രാഷ്ട്രീയ ആയുധമാക്കി. എന്നാൽ ബംഗ്ലാദേശിന് പ്രഖ്യാപിച്ച താരിഫ് ഇളവ് അത് ഇന്ത്യക്കും ബാധകമാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ വാണിജ്യകാര്യ മന്ത്രി പീയൂഷ് ഗോയൽ അവകാശപ്പെടുന്നത്. അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പരുത്തി ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇന്ത്യൻ വസ്ത്രങ്ങൾക്കായിരിക്കും ഈ ഇളവ് ലഭ്യമാവുക. എന്നാൽ ഇക്കാര്യം വൈറ്റ് ഹൗസിന്റെ കുറിപ്പിലോ ഇരു രാജ്യങ്ങളും പുറത്തുവിട്ട വ്യാപാര കരാറിന്റെ ആദ്യഘട്ട രൂപരേഖയിലോ ഇല്ല. എന്നാൽ അന്തിമ കരാറിൽ ഇക്കാര്യം ഉണ്ടാകുമെന്നാണ് പീയൂഷ് ഗോയൽ പറയുന്നത്. അമേരിക്കയിൽ നിന്ന് അസംസ്കൃത വസ്തുക്കൾ എത്തിച്ച് തുണിത്തരങ്ങൾ നിർമ്മിച്ച് അമേരിക്കയിലേക്ക് തന്നെ കയറ്റി അയക്കുമ്പോഴാണ് ബംഗ്ലാദേശിന് 0% താരിഫ് ലഭിക്കുന്നത്. ഇതേ സൗകര്യം ഇന്ത്യക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇന്ത്യയേക്കാൾ മെച്ചപ്പെട്ട കരാർ ബംഗ്ലാദേശ് നേടിയെന്ന പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന നുണയാണെന്നും പീയൂഷ് ഗോയൽ പറയുന്നു. ഇന്ന് നടക്കുന്ന 5 ലക്ഷം കോടിയുടെ കയറ്റുമതി നാളെ 10 ലക്ഷം കോടിയായി മാറും. അതിനാൽ തന്നെ ഇന്ത്യൻ കർഷകരോട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നുമാണ് പീയൂഷ് ഗോയൽ പറയുന്നത്. പീയൂഷ് ഗോയൽ പറയുന്നത് പ്രകാരം അമേരിക്കയിൽ നിന്ന് പരുത്തി ഇറക്കുമതി ചെയ്ത് അതുകൊണ്ട് വസ്ത്രം നിർമ്മിച്ച് അമേരിക്കയിലേക്ക് തന്നെ കയറ്റി അയച്ച് 0% താരിഫ് നേടുക എന്ന് പറയുന്നത് അപ്രായോഗികമാണ്. കാരണം ലോകത്തെ ഏറ്റവും വലിയ പരുത്തി ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. ആഗോളതലത്തിൽ പരുത്തിയുടെ ആവശ്യത്തിന്റെ 25% കൃഷി ചെയ്യുന്നത് ഇന്ത്യയിലാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് പരുത്തി ഇറക്കുമതി ചെയ്ത് അതുകൊണ്ട് വസ്ത്രം നിർമ്മിച്ച് നികുതി ഇളവ് നേടുക എന്നത് ബുദ്ധിപരമായ നീക്കമാകില്ല. അതേസമയം റെഡിമെയ്ഡ് വിപണിയിൽ വലിയ സ്ഥാനമുള്ള ബംഗ്ലാദേശ് അവർക്ക് ആവശ്യമുള്ള പരുത്തിയുടെ 2% മാത്രമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആവശ്യമുള്ള പരുത്തിയുടെ വലിയൊരു ഭാഗം ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കയുമായുള്ള ധാരണ പ്രകാരം ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി ഒഴിവാക്കി പൂർണ്ണമായും അമേരിക്കൻ പരുത്തി ബംഗ്ലാദേശ് വാങ്ങാനുള്ള സാധ്യതയുമുണ്ട്. പരുത്തി കൃഷി മേഖലയിൽ താരതമ്യേന യന്ത്രവൽക്കരണം കുറവായതിനാലും കൂടുതൽ പ്രവർത്തികൾ വിദഗ്ധ തൊഴിലാളികൾ ചെയ്യുന്നതിനാലും കോടിക്കണക്കിന് പേരുടെ ഉപജീവന മാർഗം കൂടിയാണ് ഈ മേഖല. 4.5 കോടി പേർക്ക് നേരിട്ടും 6 കോടി പേർക്ക് പരോക്ഷമായും തൊഴിൽ നൽകുന്ന മേഖലയാണ് പരുത്തി കൃഷി. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കൻ കരാർ ഇന്ത്യയുടെ വസ്ത്രവിപണിയെ മാത്രമല്ല പരുത്തി കർഷകരെയും പ്രതികൂലമായി ബാധിക്കും. ബംഗ്ലാദേശും അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം ബംഗ്ലാദേശിന്റെ കാർഷിക വ്യാവസായിക വിപണി ബംഗ്ലാദേശ് അമേരിക്കയ്ക്കായി തുറന്നു നൽകും. ഇതിനു പകരമായാണ് ബംഗ്ലാദേശിന്റെ വസ്ത്ര ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക 0% താരിഫ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം $3.5 ബില്യൺ അമേരിക്കൻ ഉൽപ്പന്നങ്ങളാണ് ബംഗ്ലാദേശ് അമേരിക്കയിൽ നിന്ന് വാങ്ങുക. പാൽ, മുട്ട, ഗോതമ്പ്, സോയാബീൻ, ചോളം, പരുത്തി, പയറുവർഗ്ഗങ്ങൾ, പഴവർഗ്ഗങ്ങൾ മുതലായവ ഇതിൽ ഉൾപ്പെടും.
കൂടാതെ അമേരിക്കൻ നിർമ്മിത കാറുകൾ, വിമാനങ്ങൾ, രാസവസ്തുക്കൾ, ആശുപത്രി ഉപകരണങ്ങൾ, യന്ത്രഭാഗങ്ങൾ മുതലായവയും ബംഗ്ലാദേശിലേക്ക് എത്തും. പ്രതിവർഷം $1 ബില്യൺ എന്ന നിരക്കിൽ 15 വർഷത്തേക്ക് അമേരിക്കൻ ഊർജ ഉൽപ്പന്നങ്ങൾ ബംഗ്ലാദേശ് വാങ്ങും. അമേരിക്കൻ വിമാന കമ്പനിയായ ബോയിങ്ങിൽ നിന്ന് ബംഗ്ലാദേശ് $2.87 ബില്യൺ ചെലവിൽ 25 വിമാനങ്ങളും വാങ്ങും. അതേസമയം തന്നെ തങ്ങളുടെ മേൽ ചുമത്തിയിരിക്കുന്ന 20% പ്രതികാര ചുങ്കം 19% കുറപ്പിക്കാനും ബംഗ്ലാദേശിനായി. ആദ്യം പ്രഖ്യാപിച്ചപ്പോൾ ഇത് 37%. അമേരിക്കൻ നിർമ്മിത പരുത്തിയിൽ നിന്നും നൂലിൽ നിന്നും തയ്യാറാക്കുന്ന ബംഗ്ലാദേശ് തുണി ഉൽപ്പന്നങ്ങൾ താരിഫ് രഹിതമാണെന്ന് ഉറപ്പുവരുത്താൻ അമേരിക്ക പ്രത്യേക സംവിധാനം ഒരുക്കുമെന്നാണ് മുഹമ്മദ് യൂനിസ് പറയുന്നത്. അമേരിക്കയെ കൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കടക്കം ഇത്തരത്തിൽ തയ്യാറാക്കുന്ന തുണി കയറ്റി അയക്കാം എന്നത് ബംഗ്ലാദേശിനെ സംബന്ധിച്ച് നേട്ടമാണ്. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം മാർച്ചിൽ ഉണ്ടാകുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവ്യക്തതകൾ തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ വിരുദ്ധമായ പല വ്യവസ്ഥകളും പിൻവലിക്കാൻ ഇന്ത്യ ശ്രമം നടത്തുന്നതായാണ് വിവരം. ഇന്ത്യയിലേക്ക് പയറുവർഗ്ഗങ്ങൾ നികുതിരഹിതമായി ഇറക്കുമതി ചെയ്യാനായിട്ടുള്ള അമേരിക്കയുടെ ഒരു താല്പര്യം, അത് ഇന്ത്യയിൽ നിന്നുള്ള കർഷക സമൂഹങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഇന്ത്യ സർക്കാർ ഇടപെട്ട് അത് ഭേദഗതി ചെയ്തിരുന്നു. സമാനമായ ഒരു പ്രതിസന്ധി തന്നെയാണ് ഇന്ത്യൻ വസ്ത്രവ്യാപാര രംഗവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കരാറിന്റെ അന്തിമ ചിത്രം എന്ത് എന്നുള്ളത്, ഈ കരാറിന്റെ പൂർണ്ണ രൂപം പുറത്തു വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും.